ചില ദിവസങ്ങളിൽ ലഞ്ച് ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. പാവയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പാവയ്ക്കയുടെ കയ്പ്പ് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല കേട്ടോ. തേങ്ങ ഇടില്ല ഇതിൽ. നമ്മളിതൊന്ന് ജസ്റ്റ് എണ്ണയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കും കേട്ടോ. അതിന് ശേഷം മുരിങ്ങാക്കോലുണ്ടായിരുന്നു, കുറച്ച് ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു വറ്റിച്ചെടുത്ത ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മോന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് മോര് കാച്ചിയതുണ്ടായിരുന്നു, അത് ഞാൻ പിന്നെ കാണിച്ചില്ല കേട്ടോ. ഇത്രയായിരുന്നു കേട്ടോ ഇന്ന് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിയുമ്പോഴേക്ക് സാധാരണയായിട്ട് തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാനുണ്ടാവും. ഇത് സ്ഥിരമാണല്ലോ, ഒരു യുദ്ധം കഴിയുന്ന പോലെ ഇരിക്കും ഇതൊക്കെ കഴിയുമ്പോഴേക്കും. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല പാത്രം കഴുകുന്ന കാര്യം, പക്ഷേ ചെയ്തല്ലേ മതിയാവുള്ളൂ. അപ്പോൾ ഇതെത്രയും കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് വേണം ഒത്തിരി നേരം റെസ്റ്റ് എടുക്കാൻ കേട്ടോ.